സോ തമിഴ് ബിഗ് ബോസ് സീസൺ 8 തുടങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വെടിമരുന്ന് ബിഗ് ബോസ് തന്നെ കണ്ടസ്റ്റൻസിൻ്റെ ഇടയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം അടിയും ബഹളം ഉണ്ടാക്കാൻ തുടക്കം തന്നെ അടിയും ബഹളം ഉണ്ടാക്കാന്നുള്ള തുടക്കം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്നും. എന്തായാലും നമ്മൾ പ്രേക്ഷകർക്കും കണ്ടവർക്കും എല്ലാവർക്കും മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. പുതിയൊരു സീസൺ 8ലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന തീം എന്ന് പറയുന്നത് ബോയ്സ് വേഴ്സസ് ഗേൾസ് എന്ന് പറയുന്ന ഒരു തീമാണ്. ഒരു ഹൗസിനുള്ളിൽ 2 സെക്ഷനായി തിരിച്ചിട്ട് ഒരു സെക്ഷൻ ബോയ്സിനും ഒരു സെക്ഷൻ ഗേൾസിനും. അപ്പം ഒരു സെക്ഷനിൽ കുറച്ച് 2 സൈഡിലും നോക്കിക്കഴിയുമ്പം കുറച്ച് ഡിഫറൻസും കുറച്ച് നമ്മുടെ എന്താ പറയുന്ന സൗകര്യങ്ങളുടെ കുറവും കൂടുതലുമൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. ഒരു സൈഡിലാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും സിംഗിളായിട്ട് തന്നെ കിടക്കാനും കാര്യങ്ങളുമുള്ള ബെഡും കാര്യങ്ങളും ഉണ്ട്. മറ്റൊരു സൈഡിലാണെന്നുണ്ടെങ്കിൽ 4 ബെഡും കാര്യങ്ങളും ഉള്ളൂ. അതിൽ 3 പേര് വെച്ച് ഷെയർ ചെയ്യേണ്ട ഒരു ബെഡ്റൂമാണ് വരുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ട് തുടക്കം ഒരു 6 പേര് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറിയതിന് ശേഷം ബിഗ് ബോസ് തന്നെ ഇവരോട് പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക. അപ്പോൾ അതിനങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായി. പിന്നെ ഒടുവിൽ ഒരു എന്താ പറയുന്ന ഒരു ഡീലിലേക്ക് ഇവരെത്തുകയായിരുന്നു. ഏതെങ്കിലും ഒരാഴ്ച ബോയ്സിനെ ആരെയും നോമിനേറ്റ് ചെയ്യരുത്, അങ്ങനെ ഒരു എഗ്രിമെൻറ്റോട് കൂടിയാണ് ഇവരിപ്പം ഈ പറയുന്ന സിംഗിൾ ബെഡ്റൂമുള്ള ഒരു സെക്ഷൻ ഗേൾസിന് വിട്ടുകൊടുക്കുന്നത്. അപ്പോൾ പിന്നീട് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 പേരുണ്ടായിരുന്നപ്പോഴും പിന്നെ 4 പേര് വന്നപ്പോഴും കുഴപ്പമില്ലാതെ പോയിരുന്നത് 18 കണ്ടസ്റ്റൻസ് ബാക്കിയുള്ളവരും കൂടെ വന്നു കഴിഞ്ഞപ്പം പലർക്കും അത് എഗ്രി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ വരുന്നതിന് മുമ്പ് എന്തിനാണ് പറഞ്ഞത്, ഞങ്ങളോട് ചോദിക്കാതെ നിങ്ങളുടെ ഇഷ്ടത്തിനാണോ ചെയ്യുന്നത്. അപ്പോൾ അവരത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ 3 പേരുണ്ടായിരുന്നപ്പം അവരുടെ ഒരു സന്ദർഭത്തിന് യോജിച്ച രീതിയിലുള്ള ഒരു ഡിസിഷനാണ് അവരെടുത്തത്. ബിഗ് ബോസും പറഞ്ഞു ഇപ്പം നിങ്ങൾ ഡിസിഷൻ എടുത്തില്ലെങ്കിൽ അടുത്ത ആൾക്കാർ വരുമ്പോൾ അവരെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പുറത്ത് കിടക്കേണ്ടി വരും. അങ്ങനെ ഒരു ക്രിട്ടിക്കൽ അല്ലെങ്കിൽ ഒരു ക്രൂഷ്യൽ സാഹചര്യത്തിലാണ് ഇവരിങ്ങനെ ഒരു സിറ്റുവേഷനും ഇങ്ങനെ ഒരു ഡീലിലേക്കും എത്തിയത്. അപ്പം ആ ഡീൽ വലിയ സംഭവമൊന്നുമല്ല, ഒരാഴ്ചയാണ്. ഏതെങ്കിലും ഒരാഴ്ച അവർ തിരഞ്ഞെടുക്കുന്ന ഏതെങ്കിലും ഒരാഴ്ചയാണ്. അതിൽ ബാക്കിയുള്ളവർ അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യങ്ങളും ഒന്നുമില്ല. അതിന് മാത്രമല്ല ഒരു ട്രിക്കി സംഭവങ്ങളും ഒന്നുമില്ല. ഇതിവിടെ ഗെയിം കളിക്കാൻ വന്നവരാണ്, അവരും ഗെയിം കളിക്കാൻ വന്നവരാണ്, ഇവരും ഗെയിം കളിക്കാൻ വന്നവരാണ്. എന്താണെന്നുണ്ടെങ്കിലും അതിൻ്റെ പേരിൽ മറ്റു പലരും വന്നപ്പോഴത്തേനും പ്രശ്നങ്ങളായി. പലർക്കും അത് ഒരു യോജിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് വന്നു. എന്നാൽ ബോയ്സിൻ്റെ സൈഡിൽ നിന്ന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ബോയ്സ് എല്ലാവരും തന്നെ ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും അവർ അഡ്ജസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. അത് മൊത്തത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ബോയ്സിനെ സംബന്ധിച്ച് അവരെങ്ങനെയാണെന്നുണ്ടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഡിസിഷൻ ആരെങ്കിലും മുന്നേ എടുത്തു കഴിഞ്ഞാൽ അവർ ഒന്നിച്ചാണെന്നുണ്ടെങ്കിൽ ബാക്കി പിന്നെ നോക്കാം എന്ന് മാത്രം ഒരു സംഭവം മാത്രമേ അവരുടെ സൈഡിൽ നിന്ന് ഉണ്ടാകത്തുള്ളൂ. എന്നാൽ തന്നെ നമ്മുടെ ഗേൾസിൻ്റെ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അവരെല്ലാവരും കൂടെ കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ അടിയും പിടിയാകും. അത് ഇന്നലെ തന്നെ തുടങ്ങി കഴിഞ്ഞു. അതിൽ ജാക്കുലിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനം വന്നിട്ട് ഇഷ്ടപ്പെട്ടില്ല, നമുക്കത് ശരിയായില്ല, അത് ഭയങ്കര ട്രിക്കിയാണ്, അത് നമുക്കൊരു അവസരത്തിൽ ഇവരെ നോമിനേറ്റ് ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ മനസ്സിലാക്കുന്നില്ല, ഇവരൊന്നും മനസ്സിലാക്കുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. സിംഗിളായിട്ട് കിടക്കുന്ന ബെഡ് കിട്ടണമെങ്കിൽ ഇവർക്ക് കിടക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി എല്ലാവർക്കും അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് പീപ്പിൾസിനും കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഇന്നലെ തന്നെ ആ ഒരു ബെഡ്റൂമിൽ കിടക്കാതിരിക്കുകയും പുറത്ത് കിടക്കുകയും ഒരു മുന്നോട്ടുള്ള ദിവസത്തിലേക്ക് ഒരു ആദ്യ സ്പാർക്ക് തന്നെ പ്രേക്ഷകർക്ക് ഇടയിലേക്ക് ഇങ്ങനെ ഒരു കണ്ടസ്റ്റൻ്റ് അവിടെ ഉണ്ട് എന്ന് ജാക്ലിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റ് ഒരു ആക്ടർ, സീരിയൽ ആക്ട്രസ് ആണ്. അതുപോലെ തന്നെ ഡബ്ബിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. ആൾക്കാരുടെ ഇടയിലേക്ക് അങ്ങനെ ഒരു വ്യക്തി അവിടെ ഉണ്ടെന്നുള്ള ഒരു സംഭവം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ബിഗ് ബോസ് തുടങ്ങിയ ആദ്യ ദിവസം തന്നെ സാധാരണ എല്ലായിടത്തും ഒരു കുഴപ്പമില്ലാത്ത രീതിയിലാണ് പോകുന്നത്. ഇത് ആദ്യ ദിവസം തന്നെ അവർക്കിടയിൽ ഒരു പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദീപക് എന്ന് പറയുന്ന ആക്ടർ, അവരും അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് തന്നെ കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. സ്ട്രോങ് ആയിട്ട് അവിടെ പ്രശ്നങ്ങളും ആദ്യം തന്നെ അവിടെ അടിയും പിടിയും ഉണ്ടാക്കാനും അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചേരുതിരിവ് സൃഷ്ടിക്കാനുമുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എന്തായാലും ബിഗ് ബോസിൻ്റെ ശ്രമവും കുഴപ്പമില്ലാത്ത രീതിയിൽ അവർക്കിടയിലേക്ക് ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ അവിടെ ഒരു നല്ലൊരു മാസ് ഫൈറ്റ് തന്നെ നടത്താനുള്ള സാഹചര്യങ്ങൾ ബിഗ് ബോസ് തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ ലൈവും അതുപോലെ തന്നെ എപ്പിസോഡും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് നമുക്ക് മുന്നോട്ടുള്ള ദിവസങ്ങളിൽ എങ്ങനെ ഉണ്ടാകുമെന്ന്. മൊത്തത്തിൽ ഒരു യങ്സ്റ്റേഴ്സ് ആണ് ഈ ഒരു സീസണിൽ നമ്മുടെ തമിഴ് ബിഗ് ബോസ് സീസൺ 8ലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു പരിധിവരെ എല്ലാവരും ആക്ടേഴ്സാണ്. കുറച്ച് വിജയ് ടി വിയുടെ പ്രൊഡക്ട്സ് എന്ന് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. സീരിയൽ ആക്ടേഴ്സ്, വിജയ് ടി വിയിൽ ആങ്കറിങ് ഒക്കെ ചെയ്തവരൊക്കെ തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത് വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് സ്റ്റാൻഡേർഡും കുറച്ച് വിവരവും കാര്യങ്ങളും ഒക്കെ ഇതിലുണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കണ്ടസ്റ്റൻസിൻ്റെ സൈഡിൽ നിന്നും അത്യാവശ്യം വിവരം വിദ്യാഭ്യാസമുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. അല്ലാത്ത അവർക്ക് കുറച്ച് പരിചയവും അതുപോലെ തന്നെ കുറച്ച് പ്രായം പക്വതയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സ്റ്റാൻഡേർഡും
ഗെയിംസും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. നല്ല രീതിയിലുള്ള കണ്ടസ്റ്റൻസ് ആണ് ഈ ഒരു സീസൺ 8 നമ്മൾ വന്നിരിക്കുന്നത്. കണ്ടസ്റ്റൻസിനെ എല്ലാവരെയും കണ്ടിട്ട് തന്നെ അത്യാവശ്യം ഫയറുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. യങ്ങസ്റ്റേഴ്സും കൂടി ആയതുകൊണ്ട് തന്നെ ആ ഒരു ഫയർ നമുക്ക് മുന്നോട്ടുള്ള ദിവസങ്ങളിലും പ്രതീക്ഷിക്കാൻ സാധിക്കും. അപ്പം കൂടുതൽ അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് നമുക്ക് വരും ദിവസങ്ങളിലൊക്കെ കാണാം. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക.